ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും അമനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാക്കെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ തെറ്റുകളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. റെസിപ്പീസ് മാത്രം ഇടുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഡേ ഇൻ മൈ ലൈഫാണ് കൂടുതൽ പേർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമനൂസ് കിച്ചൺ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കൂടി കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നോക്കി പ്രസ് ചെയ്ത് വെച്ചാലേ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. കിച്ചണിൽ നിന്നിട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇട്ടത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അടുത്തൊക്കെ ഇതേപോലത്തെ ഫ്ലാറ്റുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല വ്യൂ ഒന്നും കാണാനില്ല. 6 മണിയായിട്ടുണ്ട് സമയം. ഞാൻ 5:30 എണീക്കും. എന്നിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ കയറിയതാണ്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഞാനും ചായക്ക് വെള്ളം വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇക്ക 7 മണിയൊക്കെ ആകുമ്പോൾ പോകും. അപ്പോൾ ഇക്കാക്കും എനിക്കും മാത്രമുള്ള ചായയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാക്കുള്ളൂ. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങുകയാണ്. ബിസിന് ക്ലാസ് ഇല്ല, അപ്പോൾ അവനും ഉറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം. ഞാൻ രാവിലെ ഗ്രീൻ ടീ ആണ് കുടിക്കാറ്. രാവിലെ തന്നെ ഒരു ഗ്രീൻ ടീ കുടിക്കും. ഈ ഒരു ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കാറ്. രാവിലെയും വൈകിട്ടും ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. ഇത് നല്ലതാണ് ഗ്രീൻ ടീ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഇക്കാക്ക് ബ്ലാക്ക് ടീ ആണ്, കട്ടൻ ചായയാണ് ഇക്ക കുടിക്കുക. അപ്പോൾ ഇക്കാക്ക് മാത്രം കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ഫ്രോസൺ ചപ്പാത്തിയാണ്. ഇത് കറിയൊന്നും ഇല്ലാതെ ചായ കൂട്ടിയിട്ടാണ് കഴിക്കുക. കറി വേണമെന്നില്ല ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ ഇക്കാക്ക് മാത്രം ഞാനിപ്പോൾ 2 ചപ്പാത്തിയും കൂടി ചുട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ ആണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി. പെട്ടെന്ന് തന്നെ ആവും. ജസ്റ്റ് 2-3 തിരിച്ചും മറിച്ച് ഇട്ടാൽ ചപ്പാത്തി റെഡിയാവും. ചെറിയൊരു എണ്ണമയം കൂടി ഉണ്ട് ഈ ഒരു ചപ്പാത്തി. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എന്നും ഇതേപോലെ ഫ്രോസൺ ചപ്പാത്തി ഒന്നുമല്ല, ഇടയ്ക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ ഇക്കാക്കുള്ള ചായയും ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇക്ക 7 മണിയാകുമ്പോൾ പോകും. ആ ഒരു ശേഷം ഞാൻ ഈ ഒരു ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ കിടക്കും. പിന്നെ കുട്ടികളൊക്കെ എണീക്കുന്ന സമയത്ത് എണീക്കുള്ളൂ. 10 മണി 10:30 സമയമാവും. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നാട്ടിലത്തെ പോലെ ഇവിടെ നേരത്തെ തന്നെ എണീറ്റിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് കുറച്ച് സമയത്തിലുള്ള ജോലികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 10 മണിക്കാവും എണീക്കാൻ. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊക്കെ പോയ സമയത്ത് തന്നെ കിടക്കും. അല്ലെങ്കിൽ ആബിസിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് വീണ്ടും ഒന്നുകൂടെ ഉറങ്ങി എണീറ്റു. ഇപ്പോൾ ഏകദേശം സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ എണീറ്റ് ഹാളിലിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പുറത്തൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പെട്ടെന്നൊക്കെ ആരെങ്കിലും അത് വന്നാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടായി പോകണ്ടല്ലോ. അങ്ങനെ നാട്ടിലത്തെ പോലെ എപ്പോഴൊന്നും ഗസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ആരെങ്കിലും വന്നാലോ. അപ്പോൾ അവന് രാവിലെ എണീറ്റിട്ട് കുടിക്കുന്നത് പാലാണ്. അവന് ചായ കുടിക്കാറില്ല. അവന് ഞാൻ പാലാണ് കൊടുക്കാറ്. അതിലേക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവന് എല്ലാ ബിസ്ക്കറ്റൊന്നും ഇഷ്ടമല്ല, ഇതേപോലത്തെ ബിസ്ക്കറ്റൊക്കെയാണ് ഇഷ്ടം. ചോക്ലേറ്റിൻ്റെ ഒക്കെ ബിസ്ക്കറ്റാണ് കൂടുതലും ഇഷ്ടം. പിന്നെ രാവിലത്തെ ചായ കുടിൻ്റെ ഒക്കെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ്. അവനവന് കഞ്ഞി വെച്ചിട്ടുള്ള കുക്കറും അതും കഴുകി വെക്കാണ്. അവന് ചായ കുടിക്കാറില്ല. അവന് പാലൊക്കെ കുടിച്ചതിന് ശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞിയാണ് കൊടുക്കാറ്. പൊടിയരി കഞ്ഞിയാണ് കൊടുക്കാറ്. അവനക്ക് അതാണ് ഇഷ്ടം. അപ്പം ഒന്നും അവന് കഴിക്കില്ല. അപ്പോൾ ഞാൻ കഞ്ഞി തന്നെയാണ് കൊടുക്കാറ്. കഞ്ഞിക്ക് തൈരോ എന്തെങ്കിലുമൊക്കെ കൂട്ടാനായിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെച്ച്. എന്നാലാണ് പിന്നെ നമുക്ക് സിങ്കിലൊക്കെ എന്തെങ്കിലും കഴുകാനോ ആരിയൊക്കെ കഴുകാനൊക്കെ സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടാൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് പാത്രങ്ങളായാൽ വേഗം വേഗം കഴുകിയിട്ട് ഇതേപോലെ തീർക്കും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി
സിങ്കൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഇനി ചോറ് വെക്കുകയാണ്. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന അരി മട്ടയാണ്. ഇവിടെ താഴെ മില്ലുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ അരിയൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ. മട്ട അരി ആയതുകൊണ്ട് നല്ല വേവുണ്ട് ഈ ഒരു അരി. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ചോറിന്. ഇക്ക ഓഫീസിൽ പോയാൽ രാത്രിയാവും വരാൻ. അപ്പോൾ രാത്രിക്കത്തെ ഭക്ഷണത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. ഇതിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളം വെച്ചിട്ട് വേണം ഈ ഒരു കുക്കറിൽ അരി വേവിക്കാനായിട്ട്. എല്ലാവരും ചോദിക്കാറുണ്ട് കുക്കറിൽ ചോറ് വെച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ, വെള്ളം ഒലിക്കൂലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവങ്ങളില്ല. ഞാൻ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ കലത്തിലും ചെമ്പിലൊക്കെ വെക്കുന്ന പോലത്തെ ചോറ് തന്നെയാണ് കുക്കറിൽ വെച്ചാലും ഉണ്ടാവാറ്. അപ്പോൾ ഇതേപോലെ നല്ല വെള്ളം വെക്കണം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 4 വിസിലടിച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഹോളിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ടാളും ഇരിക്കുന്നുണ്ട്. ആബിസിന് മദ്രസയിലെ എക്സാം ഉണ്ട്. അവനോട് ഇടയ്ക്ക് പഠിക്കാനും പറയുന്നുണ്ട്. 5 മണിയാകുമ്പോൾ എക്സാം തുടങ്ങും, 6 മണി വരെ എക്സാം ഉണ്ട്. അപ്പോൾ അവന് മദ്രസ പഠിക്കുന്നതും ഇവിടെ അടുത്ത് തന്നെയാണ്. സെഞ്ചുറി മാള് പറയും, അവിടെ ഒരു സുന്നി സെൻറ്റർ ഉണ്ട്, അവിടെയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണത്തെ പണീൻ്റെ ഇടയിൽ അവനോട് പഠിക്കാനും പറയുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ചിക്കൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അമനുവിന് കഞ്ഞിയൊക്കെ കൊടുക്കുകയാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ അവന് കഞ്ഞി കൊടുത്ത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നമുക്ക് ഗ്രൈൻഡറിലിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരല്പം വലിയ ജീരകം ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ചോറൊക്കെ അവിടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എപ്പോഴും ഉപയോഗിക്കാറ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് പിന്നെ അല്പം നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ ചിക്കനൊക്കെ മസാല തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോളിലേക്ക് വന്നതാണ്. അപ്പോൾ അവന് ഇവിടെ ഇരുന്നിട്ട് കളർ ചെയ്യുകയാണ്. അവനക്ക് ആബിസിൻ്റെ പഴയ ബുക്ക് കൊടുത്താണ്. ഇപ്പോൾ ആബിസ് 4ാം ക്ലാസ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 3ാം ക്ലാസ്സിലെ പഴയ ബുക്ക് അവനൂന് ഇവിടെ ഇതേപോലെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഏപ്രിൽ 4 ആകുമ്പോൾ സ്കൂളൊക്കെ തുറന്ന് പുതിയ അക്കാദമിക് ഇയർ തുടങ്ങി. ഇത് അടുത്ത റൂമിലെ മോളാണ് കേട്ടോ, അമനുവിൻ്റെ ഫ്രണ്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വരും. തൊട്ടടുത്ത് തന്നെയാണ് റൂം. 2 റൂമിലും നമുക്ക് കാസർഗോഡുള്ള അയൽവാസികളാണുള്ളത്. അവിടെയും കുട്ടികളുണ്ട്. 2 റൂമിലും കുട്ടികളുണ്ട്. ഈ ഒരു റൂമിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് 3 കുട്ടികളും കൂടി ഉണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആയാലും ഇവിടെ നല്ല കളിയും നല്ല സൗണ്ടൊക്കെയാണ്. ഞാനിവരൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് വോയിസ് ഓവറൊക്കെ കൊടുക്കാറ്. രാത്രിയൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യലും അതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കാറ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉച്ചക്കുള്ളത് മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് രാത്രി ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ താഴെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രീസറിലല്ല. താഴെയാണ്. മസാല തേച്ച ചിക്കനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്രീസറിലല്ല വെക്കുന്നത്. പിന്നെ രാത്രി എടുക്കാനുള്ളതായതുകൊണ്ട് താഴെ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ വെള്ളമാക്കി വെക്കാറുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് ഓർമ്മ വരുന്ന സമയത്ത് എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ തീരെ മറന്നു പോകും ഈ പണീൻ്റെ ഇടയിൽ. ഈ ഒരു സമയം കൊണ്ട് ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ടാണ് ചോറ് വാർത്ത് വെക്കുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചോറ് ഊറ്റാണ്. ചോറ് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുപോലെ വാർത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ പശ ഉണ്ടാവും അരിയിൽ, നമ്മൾ ചോറ് വെള്ളം ഒലിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ വാർത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വാർത്തതിന് ശേഷം ഇനി കാസറോൾക്കാക്കിയിട്ട് ചോറ് അടച്ച് വെക്കാറാണ്.
ഇനിയുള്ള പണി ദോശയൊക്കെ അരച്ച് വെക്കാണ്. രാത്രി ഇന്ന് ഉഴുന്ന് ദോശയാണ്. അപ്പോൾ ഞാൻ അരി ഉഴുന്നും നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് അരിയും അതുപോലെ ഒരു പിടി ഉഴുന്നുമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ചോറും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചോറ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ബാക്കിയുള്ള പഴയ ചോറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് വെന്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് 2 കോരി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. ഇവിടെ ഇപ്പോൾ അധികം ചൂടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നത്. ചൂടൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈസ്റ്റ് ചേർക്കണമെന്നേ ഇല്ല. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഈസ്റ്റ് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ദോശക്കാണെങ്കിൽ. അപ്പോൾ നല്ല അടിപൊളി നമുക്ക് ദോശയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതും കൂടി അരച്ച് വെച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള പണികളും കൂടി തീർക്കണം. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് കോരി മാറ്റുകയാണ്. ഇതിനിടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അടുത്തേക്ക്, കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർ അടി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് ഇവർ കളിക്കുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. അല്ലെങ്കിൽ ഒരൊറ്റയ്ക്ക് ആക്കാൻ പറ്റില്ല. ലിഫ്റ്റൊക്കെ അവർ ഞെക്കിയിട്ട് അതിലൊക്കെ കളിക്കും. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ മാത്രം നിന്നാൽ ശരിയാവില്ല, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഉച്ച ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇതേപോലെ തന്നെയാണ്. പുറത്ത് ഇതേപോലെ ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതേപോലത്തെ ബിൽഡിങ്ങുകളാണ്. ബാൽക്കണി ഇല്ല, റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. റൂമിൽ നിന്ന് വിൻഡോ തുറന്നാലാണ് ഉള്ള വ്യൂ ആണിത്. ഇതിൻ്റെ ഇടയിൽ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അമനുവിനായിട്ട് കളിക്കാൻ വന്നതാണ് കേട്ടോ അടുത്ത റൂമത്തെ മോള്. അപ്പോൾ അവർ കുറച്ച് സമയം ഇതേപോലെ ഇവിടെ വണ്ടിയൊക്കെ ഓടിച്ച് പിന്നെ അമനുവിനെ ഞാൻ ഉള്ളിൽ കയറ്റിയിട്ട് കുളിക്കാൻ കൊണ്ടുപോവാണ്. ഇനി അവന് പുറത്തിറങ്ങിയാൽ പിന്നെ കയറാൻ നല്ല പണിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സോപ്പിട്ട് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റലാണ്. അപ്പുറത്തെ റൂമിലും കുട്ടികളുണ്ട്. അവരിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് തോന്നുന്നു, അവർ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അമനുവിനെ കുളിപ്പിക്കാൻ പോവാണ്. കുളിക്കുന്നതിന് മുമ്പ് രണ്ടാൾക്കും തലയിൽ ഇതേപോലത്തെ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. ഇത് കോട്ടക്കൽ ആയുർവേദശാലയുടെ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ആയുർവേദശാലയുടെ ഷോപ്പുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ആദ്യം മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ചോറക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കിയതാണ്. പിന്നെ തൈരുണ്ട്, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഫ്രൈ ഉണ്ട്. അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രിയാണ് ഇക്ക വരുള്ളൂ. അപ്പോൾ രാത്രിയാണ് കാര്യമായിട്ട് ഇക്ക ഭക്ഷണം കഴിക്കുക. ഉച്ചയ്ക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സാൻഡ്വിച്ചൊക്കെ കഴിക്കുള്ളൂ. അമനുവിനും ചോറ് കൊടുത്തതിന് ശേഷം ഞാനും അതേ പ്ലേറ്റിൽ തന്നെ ചോറിട്ടിട്ട് കഴിക്കുകയാണ്. പിന്നെ ചോറൊക്കെ തിന്നൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഞാൻ ഫോണൊക്കെ നോക്കി കമൻസൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ റിപ്ലൈ ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്യാനും കുറച്ചുണ്ട്, അതും കുറച്ച് എഡിറ്റ് ചെയ്തു. ഇപ്പോൾ വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇക്കാൻ്റെ ഏട്ടൻ്റെ റൂമുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോവാണ്. ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുള്ള അത്രയും ദൂരം ഉണ്ട് കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വെറുതെ അങ്ങോട്ടൊന്ന് പോവാണ്. അപ്പോൾ ഞാനും മക്കളും മാത്രമാണ് പോണത്. ഇക്ക ഓഫീസിൽ നിന്ന് വരുമ്പോൾ അതുവഴി വരും. ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നടക്കാനുള്ള അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിനി അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. അങ്ങനെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പോവാണ്. അമനുവിൻ്റെ ട്രോളി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവനെ എടുക്കേണ്ടി വരും. അപ്പോൾ ട്രോളിയിൽ ഇരുത്താണെങ്കിൽ നല്ല സുഖമാണ്. അപ്പോൾ ട്രോളി അങ്ങനെ ഞങ്ങളിപ്പോൾ അവരുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. ഈ ഒരു ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ പാർക്കാണ് താഴെ ഉള്ളത്. ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള പാർക്കാണ്. അപ്പോൾ ആബിസും കുട്ടികളൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കുകയാണ്. അവന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനും പാർക്കിലേക്ക് ഇറങ്ങി വന്നതാണ്. അവനൊന്ന് ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് ഊഞ്ഞാലും അതേപോലെ സീസും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള. അപ്പോൾ അവനും ഒറ്റയ്ക്കായപ്പോൾ ഞാനും അവൻ്റെ കൂടെ വന്നതാണ്. ഇനി കുറച്ച് സമയം അവന് ഊഞ്ഞാലൊക്കെ ഒന്ന് ആട്ടിക്കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കട്ടെ. ഊഞ്ഞാൽ കണ്ടാൽ പിന്നെ അവന് ഇറങ്ങൂല, ഇവിടുന്ന് പോരാൻ അവനക്ക് ഇഷ്ടമല്ല. ഏറെ അവന് ഇക്കാൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഇതിനാണ്, ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആബിസും അവനും.
ഇപ്പോൾ സമയം 6:30 6:45 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയമൊക്കെ അവരവിടെ കളിച്ചിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ അവിടുന്ന് ഒരു 8:30 9 മണിയൊക്കെ ആയിക്കണ ഇക്ക വന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഒരു 9 9:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഞങ്ങളെ റൂമിൽ തന്നെ തിരിച്ചെത്തി. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് രാത്രി ഭക്ഷണത്തിലേക്കുള്ളത്. പിന്നെ നമ്മുടെ ദോശക്ക് അരച്ച് വെച്ച മാവൊക്കെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അരക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ദോശ ചുട്ടെടുക്കണം. ഇതുപോലത്തെ ദോശക്കല്ലിലാണ് ഞാൻ ഉഴുന്ന് ദോശയും ചുട്ടെടുക്കാറ്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ദോശച്ചട്ടിയാണിത്. അപ്പോൾ ഇതിൽ ദോശ ചുട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈ പാനിൽ ചുട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശക്കല്ല് ചുട്ടെടുത്താൽ. അങ്ങനെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ചട്നിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ചട്നി തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ചട്നിയാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഇനി ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അമനുവിൻ്റെ മുന്നിൽ എപ്പോഴും ഈ ഒരു ടാബ് ഉണ്ടാവും ഫുഡ് കഴിക്കുന്ന സമയത്ത്. അവൻ എത്ര പറഞ്ഞാലും അത് മാറ്റി വെക്കില്ല കേട്ടോ. ഇനി ആ ഒരു ശീലം മാറ്റിയെടുക്കണം. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.